സ്വന്തം ചിറകുകൾ വീശി വിടർത്തി ആകാശത്തിൻ്റെ നീലിമയിലേക്ക് പാറിപ്പറക്കാനുള്ള ആത്മവിശ്വാസം ആ പക്ഷികൾക്കുണ്ട്. ഇതുപോലെ നമ്മുടെ മക്കളുടെ ആത്മശക്തി, സെൽഫ് കോൺഫിഡൻസ് ഇത് വികസിപ്പിക്കാനാണ് ഈ ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസ് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഇത് നമ്മൾ ആദ്യം പഠിക്കണം. ഗുരു പഠിപ്പിച്ചില്ല, അത് പഠിപ്പിച്ച് ഇത് പഠിച്ചില്ല, കുറ്റവും കുറവും പറയാത്ത ജീവിതമാണ് ഭഗവത്ഗീത ഓഫർ ചെയ്യുന്നത്. കുറ്റവും കുറവും ഇല്ലാത്ത ജീവിതം, പരസ്പരം കുറ്റപ്പെടുത്താത്ത, ഭാര്യയെ ഭർത്താവ് കുറ്റപ്പെടുത്തില്ല, ഭർത്താവിനെ ഭാര്യ കുറ്റപ്പെടുത്തില്ല, അച്ഛനെ മക്കൾ കുറ്റപ്പെടുത്തില്ല, മക്കൾ അച്ഛനെ കുറ്റപ്പെടുത്തില്ല. സ്വപ്ന സമാനമായ സ്വർഗീയമായ ഒരു ജീവിതം ഇത് ഭഗവത്ഗീതയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. 45 വർഷത്തെ വേദ ഉപാസനയുടെ പശ്ചാത്തലത്തിൽ, 45 വർഷത്തെ ഭഗവത്ഗീത അധ്യയനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അറിവ് അനുഭവത്തിലൂടെ പറയുകയാണ് നിങ്ങളോട്. ഇത് മാത്രമേ പരമശാന്തിയിൽ നമ്മളെ ഉയർത്താൻ സാധിക്കുള്ളൂ. അതിന് നമ്മൾ 7ാമത്തെ അധ്യായമാണ്. ആ 7ാമത്തെ അധ്യായത്തിലാണ് നമ്മളിവിടെ പറഞ്ഞ ജ്ഞാന വിജ്ഞാനയോഗം. അപ്പോൾ അറിവും കഴിവും എല്ലാ അൾട്രാ മോഡേൺ സയൻസിനെയും എല്ലാ അൾട്രാ മോഡേൺ എൻജിനീയറിങ്ങിനും ശാസ്ത്ര സാങ്കേതിക എല്ലാം പഠിക്കണം. ഒപ്പം മനഃശക്തിയും മനോബലവും അറിവും കഴിവും ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ബുദ്ധിവികാസത്തിന് ആത്മവികാസത്തിന് ആത്മബലത്തിന് ഈ ഭഗവത്ഗീതയും നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അവരോട് പറയണം ഇതിനകത്ത് എന്താ കാര്യം എന്ന്. അപ്പോൾ ഈ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ ഭഗവാൻ 9ാമത്തെ ശ്ലോകത്തിൽ പറയും, പുണ്യോഗന്ധ പൃഥിവ്യ